ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ജയ്പൂരിന്റെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ ആയ ആംബർ പാലസിന്റെ ഫ്രണ്ടിലാണ്. ഈ ആംബർ പാലസ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ആമർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ കൊട്ടാരം എന്ന് പറയുന്നത് ഈ രാജ്പുട്സിന് വേണ്ടിയിട്ട്, പണ്ടത്തെ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് രാജ്പുട്സ് അങ്ങനെ പണിതിരിക്കുന്ന കൊട്ടാരമാണ്. ഇതിന് മുഗൾ സ്റ്റൈൽ ഓഫ് രീതി ഇതിന് കുറച്ചൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ബാക്കി ഇതെങ്ങനെയാണ്, ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് 1592 ഇത് പണിതത്. ഏകദേശം 400 സ്റ്റെപ്പോളം താഴെ ഫൗണ്ടെയിൻ ഉണ്ട്. ഫൗണ്ടെയിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 400 സ്റ്റെപ്പോളം നടന്നതിന് ശേഷമാണ് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക്, നമുക്ക് ആംബർ പാലസിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്നത്. അപ്പോൾ താഴെ ഫൗണ്ടെയിനൊക്കെ നമുക്കിനി ഇവിടെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഫൗണ്ടെയിനൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതാണ് നമ്മൾ പാലസിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന വ്യൂ. ഇതാണേ ഒരു വലിയ കോർട്ട്യാർഡാണ് നടുക്ക്. ഇതിന് ചുറ്റിനുമാണ് ഇനി ഈ പാലസിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെ. അപ്പൊ നമുക്കിതിനി അതിന്റെ അകത്തേക്ക് കയറി കാണാം. ഇവിടെ നിറച്ചും ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളുണ്ട്. ഇത് വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ തന്നെയാണേ. ഇവിടെ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിലേക്ക് കൂടി കയറി നോക്കാം. ഇതായിരിക്കും എന്ന് തോന്നുന്നു എൻട്രൻസ്, എനിക്ക് അറിയത്തില്ല. എന്നാലും നമുക്ക് ഇതിലേക്ക് കൂടി കയറി നോക്കാം മുകളിലേക്ക്. എൻട്രൻസിന്റെ അവിടെ നമ്മൾ നേരെ കയറി വന്നാൽ നമുക്ക് കാണുന്നതാണ് ദിവാനി ആം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ്. ദിവാനി ആം എന്ന് പറഞ്ഞാൽ, ദിവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട്, ആം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിന്റെ പ്രശ്നങ്ങളും പബ്ലിക്കിന്റെ വിഷമങ്ങളും ഒക്കെ രാജാവിന്റെ അടുത്ത് വന്നിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെയാണ് ആൾക്കാർ വന്ന് അത് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ആർക്കിടെക്ചർ രീതിയിൽ പറയുവാണെങ്കിൽ ഇത് 4 പില്ലേഴ്സ് മീൻസ് ഓപ്പൺ പില്ലേഴ്സ്, അങ്ങനത്തെ ഒരു ഭാഗമാണ്. മീൻസ് ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദിവാനി ആമിന്റെ പുറത്ത്, ഈ അകത്ത് നിന്നിട്ട് നമ്മൾ വെളിയിലേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ. അതിന്റെ പുറമേ ഉള്ള വ്യൂ ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. ഗൈസ്, ഈ കാണുന്നതാണ് മാവോട്ട ലേക്ക്. ഈ ലേക്കിൽ നിന്നുള്ള വെള്ളമാണ് ഈ ആംബർ പാലസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആംബർ പാലസിലേക്ക് ഈ ലേക്കിൽ നിന്നാണ്. ഇനി ഈ ലേക്കിന്റെ നടുക്കേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ കാണാം. ഈ ഗാർഡൻ ആണ് കേസർ ക്യാരി ബാഗ് എന്നാണ് ഇതിന്റെ പേര്. ലിറ്ററലി മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഫ്രോൺ ഫ്ലവർ ഗാർഡൻ എന്നാണ്. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന മാതിരി ഫീൽ ചെയ്യും. ശരിക്കും അത് ഫ്ലോട്ട് ചെയ്യുന്നില്ല, അതൊരു ഇല്യൂഷനാണ്, നമുക്കിങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു കരിങ്കല്ല് വെച്ചിട്ട് അടിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ ആണ്. നല്ല ഭംഗിയാണ്. ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണത്. അപ്പൊ നമുക്കിതൊന്ന് നല്ലതായിട്ട് കാണാം. ഈ കോംപ്ലക്സിന്റെ വേറെ എൻട്രൻസ് ആണിത്. നമുക്കിപ്പോ ഇതിലേക്ക് കൂടി കയറി നോക്കാം. എന്താണ് നമുക്ക് പോയി നോക്കാം. നമ്മൾ അവിടെ നിന്ന് വന്ന് കയറുന്നത് ഇങ്ങോട്ടേക്ക് ഒരു കോർട്ട്യാർഡിലേക്കാണ്. ഇതാണ് കോർട്ട്യാർഡ്. നിറച്ച് ഭംഗിയുള്ള പൂക്കളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയാ കാണാനായിട്ട്. നമ്മുടെ ഈ കോർട്ട്യാർഡിന് ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഇതാണ് ദീവാനെ കാസ്. നമ്മൾ മുന്നേ കണ്ടത് ദീവാനെ ആമായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളത്, എന്ന് വെച്ചാൽ പബ്ലിക്കിന്റെ പരാതികളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന്റെ ഗസ്റ്റുകൾ, ഇപ്പൊ പുറത്തുള്ള രാജാക്കന്മാരുടെ ഇൻവോയ്സ് ഒക്കെ വരുമ്പോൾ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്.
ദീവാനി കാസിലെ ഇന്റീരിയറിനെ പറ്റി പറയുവാണെങ്കിൽ അതിൻ്റെ ഫ്ലോറിൽ വന്നിരിക്കുന്നത് മാർബിളാണ്. അതിൻ്റെ സീലിങ്ങും വോളും ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഫ്ലോറൽ ഓർണമെൻറ്റേഷനാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അവർ ഈ മിറർ മൊസാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ഭംഗി കൂട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് കാണാൻ പറ്റും. ഇങ്ങനെ മിറർ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ശീഷ് മഹൽ എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ മഹൽ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ രാജാവിൻ്റെ സുഖ് മന്ദിർ വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, സമ്മറിൽ റെസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് രാജാവിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന സുഖ് മന്ദിറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് സുഖ് മന്ദിറിന്റെ വരാന്തയാണ്. ഇതാണ് അതിൻ്റെ അകത്തേക്കുള്ള ഭാഗം. ഈ വരാന്ത എന്ന് പറയുന്ന ഗാർഡനെ ഫേസ് ചെയ്തിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഫൗണ്ടെയിൻ മാതിരി ഉണ്ട് അതിന്റെ നടുക്ക് ഗാർഡനിൽ. ഗൈസ്, ഇതാണ് ജനാനി ഡിയോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ ലേഡീസിന് വേണ്ടിയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു. ഈ കാണുന്നത് ഫുള്ളും റോയൽ ലേഡീസിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ആണ്. ഇതാണ് ആംബർ പാലസിലെ ലേറ്റ് ഈവനിങ്. ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ആ ടൈമിലുള്ള വ്യൂ ഇതാണ്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഈവനിങ് ടൈമാണ് ശരിക്കും നല്ല ഭംഗിയും തോന്നി. ലൈറ്റ് ഒക്കെ ഇങ്ങനെ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഈ ഈവനിങ് ടൈമിൽ ലൈറ്റൊക്കെ ഇങ്ങനെ നിന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്. ശരിക്കും എല്ലാവരും ജയ്പൂർ എന്നുള്ള സ്ഥലത്ത് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പാലസ് ഒന്ന് വിസിറ്റ് ചെയ്യണം. അത് വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ്, കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. നൈസ്, നല്ലതായിരുന്നു.